ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് എവിടോട്ടാ പോകുന്നേ? ഇന്ന് അമ്മ വീട്ടിലോട്ടാണ് പോകുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ അമ്മ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ ഒരു എടുത്തോ. ഉണ്ട്, ചാർജ് ഉണ്ട്. ഇതെന്താ പിന്നെ എടുത്തോ, അന്നേരം മിനിയും വരുന്നല്ലോ. ഇതൊക്കെയാണ്, ഇവിടൊക്കെ കണ്ടങ്ങളുണ്ട് ഗൈസ്. മൊത്തത്തിലുള്ള വ്യൂ കാണിച്ചു തരാം ഗൈസ്. വീടിൻ്റെ മൊത്തമുള്ളൊരു അവസ്ഥ ഇതാണ്. പുതിയത് വെച്ചതാണ് ഗൈസ്. നമ്മൾ ഞങ്ങൾ ഇങ്ങനെ വന്നു. ചക്ക, ഇതെന്താ ചിക്കനായിരുന്നു. ഇപ്പൊ എന്തുണ്ടാക്കുക? അതെന്തിനാ ഫ്രിഡ്ജിൽ കയറ്റുന്നത്? ഉടനെ അത് പൊട്ടിച്ചല്ലോ ഫ്രിഡ്ജിൽ കയറ്റാൻ. പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിൽ കയറ്റിയാൽ ഇവിടെ ഇറച്ചി ചക്ക കപ്പയെന്ന്. അത് ഈ വെള്ളം ഒഴിച്ചാൽ മതിയായിരുന്നു, പിടിയെന്നങ്ങ് പോയേനെ. ഇല്ല ഇല്ല അല്ലേ, ഇതായമ്മ അങ്ങ് അരിഞ്ഞു. അവിടെ ഇരി, ഇവിടെ ഇരി, ഇരിക്ക്. ഹലോ ഞങ്ങൾ ഇങ്ങനെ ചക്ക അരി വേണേ. ഞങ്ങള് ഗൈസ് ഫ്രണ്ട്സ് ചക്ക അരിയോ യൂട്യൂബ് ചാനൽ ഞങ്ങള് തുടങ്ങിയത് ആരും അറിഞ്ഞില്ല. അപ്പൊ ഗൈസ് നമ്മുടെ വല്യമ്മയാണ്. എന്തായാലും ഇത് ചാനലിൽ വരും, അത് ഉറപ്പുള്ള കാര്യമാണ്. വരും, ഞാനിടും. ഞാൻ എന്തുണ്ടാക്കുക? ചിക്കൻ എന്തൊക്കെ മസാല ഇട്ടേക്കുന്നേ? സാധാ ചിക്കൻ കറി വെക്കുന്ന പോലെ. ഇത് ഞങ്ങളുടെ അച്ചാറാണോ? മാങ്ങ. അത് ഞങ്ങളൊരു ട്രൈ നടത്തിയതാ. അതറിയാം. ഇത് മറ്റേ അഞ്ച് മുട്ടിയില്ലായിരുന്നു. അമ്മയുടെ ഒരു ദേഷ്യം അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഇതിനങ്ങ് ഇട്ടല്ലേ. അല്ല, ഞാൻ പറയുന്നത് ഇതല്ലെന്നറിയാം. ചിക്കൻ ഇട്ടോ. ആരാണ്ടൊക്കെ എന്റെ കാര്യം ഇരുന്ന് പറഞ്ഞെന്തോ മനസ്സ് തുമ്മി ചത്ത്. അല്ല, ഞാൻ വരുന്ന വഴിക്ക് നല്ലപോലെ ഈച്ചുണ്ട്. ഇതിട്ടാ നീല്ലേ പാറ്റാ ഗുളിക? ഷാള് പട്ടി കടിച്ചു കീറി. ഇതിനെന്താ വെള്ളം ഇട്ടാ മതി. ഇതിന്റെ സെയിം കളർ ഉണ്ടായിരുന്നല്ലോ. ആ, ഈ കറക്റ്റ് പ്രിന്റ് ഉള്ളത്. അതോ ഒരു പട്ടിയും 2 പട്ടിയല്ല വലിച്ചീറേ, 6-7 പട്ടികൾ ഒരുമിച്ച് വാ തുറന്ന് പിടിച്ചിട്ട് വലിക്ക് വരുന്നു. എന്റെ പിങ്ക് ചെരുപ്പ് കടിച്ചു പറിച്ചു. വീട്ടിൽ ഇടുന്ന അത് വലിച്ചു പറിച്ചു. കോഴിയുടെ അവിടാണെങ്കിൽ ചെന്നിട്ട് പിന്നെ അതിന്റെ വലയെല്ലാം കടിച്ചൊന്ന് വീഴും. ഇനി അവിടെ കെട്ടിക്കാന് നാളത്തേക്ക് ഇനി ഒരു സാധനം കെട്ടിച്ചു കിടത്തുമാണ്. അയ്യോ, മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ തുണി എടുക്കണ്ടേ? ഏരിയ അനുസരിച്ചല്ലേ മഴ പെയ്യുന്നത്, അതുകൊണ്ട് ഉടനെ ഇല്ല. ചക്ക ഇനി കുറച്ചുകൂടെ ഉള്ളു.
ഏ ആ പിന്നെ ഇവിടെ എന്തുവാ ചക്കേ എന്തിനാ വേവിച്ച് എന്തിനാ ആ ഞാന് അത് ഈ മഴ സമയത്തല്ല ഇത് വിളഞ്ഞ് ഇതാകുന്നത്. ഞാൻ ഒരെണ്ണം പോലും കളയത്തില്ല. പിന്നെ മസാലപ്പൊടി കളക്കി ഇട്ടിട്ടുണ്ട്. രണ്ടെണ്ണം വിളഞ്ഞ് മണ്ടയ്ക്ക് കിടപ്പുണ്ട്. അങ്ങ് വെള്ളം ഒഴിക്കണ്ടേ ഗൈസ്? നാളെ ഈ ജോലിക്ക് ആകുന്നതൊക്കെ സോറി ലാലേ. ഞങ്ങള് ചിക്കൻ കൂട്ടി വെറുത്ത് സത്യം പറയാം. ഞങ്ങള് ചിക്കനും ബീഫും കൂട്ടി മട്ടനും കൂട്ടി. അത് കഴിഞ്ഞപ്പോൾ ഇന്നലെ സത്യം പറഞ്ഞാ വെറുത്ത് കഴിച്ചു. എന്തില്ല അവള് കുറച്ച് കൊണ്ടുപോകും. ഇവിടെ കൊണ്ടുവന്ന് മസാലയൊക്കെ ചേർത്ത് അവളില്ല. ആ കുഞ്ഞമ്മയൊന്നും കൂട്ടത്തില്ല. ചിറ്റപ്പം കൂട്ടും ഇച്ചിരിപ്പം. കുഞ്ഞമ്മ കൂട്ടത്തില്ല. ശകലം വെള്ളം കുടിക്കും. പെട്ടെന്ന് എരിഞ്ഞു കഴിഞ്ഞു. അയ്യോ വലുതായിട്ടും കിട്ടും. നമുക്ക് വെള്ളത്തിൽ കുടിക്കാം. അന്ന മൊത്തം എടുത്തോ. ഞാൻ വിചാരിച്ചു നിങ്ങൾ വെള്ളം പഠിക്കുന്നു. ഈ ഇച്ചിരിയേ കാണത്തുള്ളത്. അത് മതി. നാളെ അതിന് ഇത്ര ഇതിൽ കൂടുതൽ വേവിച്ചില്ല നമ്മൾ. അന്നേരം അത് ഇല്ലായിരുന്നല്ലേ. അപ്പോൾ ഗൈസ് നമുക്ക് പുറമൊന്നും ചുറ്റിക്കറങ്ങി കാണിക്കാം ഗൈസ്. ഇവിടെ മൊത്തം ഇതാണ് നല്ലൊരു കാട്. ഇത് പുതിയ വീടാണ് ഗൈസ്. നമ്മൾ പഴയ വീട് നല്ല തണുപ്പൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ കണ്ടങ്ങളുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ വണ്ടി ഗൈസ്. അതാണ് ഞങ്ങളുടെ വണ്ടി. ഇലക്ട്രിക്. ഞാൻ ഓടിക്കുന്ന വണ്ടി. അമ്മ ഓടിക്കുന്ന വണ്ടി വീട്ടിലാണ്. ഒരു ചക്കയുണ്ട്. പ്രത്യേകിച്ചൊക്കെ ഒന്നുമില്ല. ഭയങ്കര നല്ല തണുപ്പുണ്ട്, കാറ്റുണ്ട്. പിന്നെ മണ്ടക്കോട്ട് കയറിപ്പോൾ സ്റ്റെപ്പ് മണ്ടയ്ക്ക് ടെറസിൽ പോകുന്നതാണ്. ചെടികളൊക്കെ തൈകളൊക്കെ നട്ടുപിടിച്ച് ചോറ് ഊറ്റിയിട്ടേക്കുന്നത്. കുറേ ചെടികളൊക്കെ ഉണ്ട്. അവിടെയും കുറേ ചെടികളൊക്കെ ഉണ്ട്. വായുണ്ട്. ചക്കയുടെ മധുര പണി. ചക്കയ്ക്ക് ഒരു ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ട്. അതല്ലല്ലോ അങ്ങനെ മധുരമില്ലേ? ചക്കയാകുമ്പോ മധുരം വരില്ലേ? ചക്കയുടെയാണ്. ചക്ക ഇവിടുന്ന് മാറ്റിയപ്പോ അവിടെ ഇല്ല. ഇത് കാക്ക കടന്ന് കറോ നോക്കുന്നു. ഇവിടെ വന്നു കാക്ക. യു കം ഹിയർ അഗൈൻ. ഞങ്ങൾ എവിടൊക്കെ പോകുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ലാലയുടെ ഫുൾ നെയിം പറ ലാലേ. ആനന്ദവല്ലി രമേശ്. അത്രയല്ലേ ഉള്ളു ലാലയുടെ ഫുൾ പേര്. എൻ്റെ ഫുൾ പേര് അങ്ങനെയല്ല. അതുല്യ അനിൽ കുമാർ ആനന്ദൻ. അങ്ങനെയാ സ്കൂളിൽ ടീച്ചർ ഫുൾ നെയിമാണ് ഇട്ട്. അതുല്യ അനിൽ കുമാർ എന്നുണ്ടായിരുന്നല്ലോ. എങ്ങനെയോ പോയത്. ഞങ്ങൾ അതുല്യ അനിലിനെ കൊടുത്തോളൂ. പക്ഷെ എങ്ങനെയോ അതുല്യ അനിൽ കുമാർ എന്ന് പറഞ്ഞു പോയി. ടീച്ചർ പ്രസന്റ് വിളിക്കുമ്പോൾ അതുല്യ അനിൽ കുമാർ, അതുല്യ അനിൽ കുമാർ, കുമാറും ചേർത്തങ്ങ് വിളിക്കുക. ടീച്ചർ വാ അടയ്ക്കത്തില്ല. എന്നിട്ട് ടീച്ചർ അങ്ങനെ അങ്ങ് വിളിക്കുക അതുല്യ അനിൽ കുമാർ. എൻ്റെ പേരത്തപ്പോൾ അത്രയും നീട്ടി തന്നെ വിളിക്കും. ഇതുവരെ അതുല്യ അനിൽ എന്ന് വിളിച്ച ചരിത്രമില്ല. പിന്നെ ഞങ്ങൾ മാറ്റി കഴിഞ്ഞപ്പം പിന്നെ തൊട്ട് അതുല്യ അനിൽ എന്നാണ് വിളിക്കുന്നത് ടീച്ചറെ. അത് പിന്നെ ബാക്കി എല്ലാത്തിലും അതുല്യ അനിൽ എന്നാണ് കിടക്കുന്നത്. അപ്പം എന്തുവാ മാറ്റി കഴിഞ്ഞില്ലയോ. ടീച്ചറാണെങ്കിൽ ഓരോന്നിനൊക്കെ ഇങ്ങനെ ചുമ്മാ നമ്മളെ കാണുമ്പോൾ പേര് വിളിക്കുമല്ലോ ഇങ്ങനെ എന്തിനേലും ഒക്കെ. അന്നേരം എൻ്റെ പേര് ആദിത്യെന്ന്. എനിക്കറിയാൻ വയ്യ. എന്നെ കാണുമ്പോൾ ആദിത്യ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിക്കും ഇത് എന്തു പേര്, കൊച്ചിന്റെ പേര് പറഞ്ഞു എന്തുവാ പേരെന്തു പേര്. ആദിത്യ പഠിച്ചത് മുമ്പേ. ആ ടീച്ചർ ക്ലാസ് ടീച്ചർ വരുന്ന ഇവിടെ ക്ലാസ് ടീച്ചറും അത് തന്നെ. അന്നേരം അങ്ങനെയും അങ്ങനെയാ വിളിക്കുന്നത്. പിന്നെ എന്നെ കാണുമ്പോൾ ആദിത്യ എന്നുള്ള ഒരു ഓർമ്മയല്ല വിളിക്കുന്നത്. അങ്ങനൊരു കഥയാണ് ലാലേ. അതൊക്കെ ഒരു കഥ. ഇനിയിപ്പോ സ്കൂള് മാറാൻ ഞാൻ പാത്രം കൊണ്ട് കൊടുക്കാൻ എന്തുവായിരുന്നു പാത്രം കൊടുക്കാൻ പോയപ്പോൾ
ആദിത്യ അവിടെ ഉണ്ടോ വണ്ടിയിലാണോന്ന് ചോദിച്ചു. ആര് ചോദിച്ചു? എനിക്ക് വയ്യ അതാ സത്യം പറഞ്ഞ എന്നെ ആർക്കും അറിയത്തില്ല. എല്ലാരും ആദിത്യ ആദിത്യ എന്ന് വിളിക്കുവോ? എന്റെ പേരെന്തുവാ? ഞാൻ ആരാ? ഉള്ള മാങ്ങ മാങ്ങ വേണ്ടല്ല. ഇതെന്താ മാങ്ങയാ? അതരിയുന്നേ. ഇത് വേറെ ഇത് വേണ്ട. ഇതും എല്ലാം ഒരേപോലെ ഇരിക്കുന്നില്ല ഈ കുഞ്ഞുമ. ഇത് മൂങ്ങാണ്ടനെ അല്ലേ? പുരുണ്ടെന്ന് തോന്നുന്നു. വേണ്ട ഞാൻ കുഴിയൊക്കെ കുഴപ്പമില്ല, ഒന്നും സംഭവിക്കത്തൊന്നുമില്ല. നല്ലതാ തിന്നെ. ചൈനക്കാരൊക്കെ തായ്ലാൻഡിൽ പോണം. അങ്ങനെയാണെങ്കിൽ പാറ്റയെ തിന്നുന്ന കാണണം. മറ്റേ തേളുണ്ടല്ലോ, തേള്, അത് ഇങ്ങനെ കരിച്ച് അതേപോലെ വെച്ചേക്കുന്നുണ്ട്. ചിലവിടെ റിയാക്ഷൻ. ആരുടെ നീ അമിയാവ് വെക്കണ്ട. ഇതാണ് നമ്മുടെ മിട്ടുപൂച്ച, തങ്കുപൂച്ച. ഗൈസ് ഇവിടെ തങ്കുപൂച്ച, കുറെ പൂച്ചകൾ. ഇവിടെ പൂച്ച, ഞങ്ങളുടെ അവിടെ പട്ടി. ഇങ്ങനത്തെ ഒരു ഇതുള്ളതുകൊണ്ട് ഇങ്ങനെ വെക്കാം. ഏത് സ്റ്റാൻഡാണ് ഇത്? എവിടെ നിന്ന് മേടിച്ചോ? ഞാൻ വിചാരിച്ചു ഓൺലൈനിൽ നിന്ന് മേടിച്ചായിരിക്കും. രാജുവിനോട് പറഞ്ഞ കൊണ്ടുതരൂ. രാജുവിനോട് അത് വന്നത് അറിഞ്ഞായിരുന്നോ? ഞാൻ പറയാം. ആ ഞങ്ങളവിടെ വന്നായിരുന്നു. അതെങ്ങനെ അറിഞ്ഞു? ഞാൻ ഇന്നലെയൊക്കെ വന്നപ്പോ അംഗൻവാടി വന്നപ്പോ നോക്കിയപ്പം അവിടെ വണ്ടിയൊക്കെ ഇരിക്കുന്നു, പിന്നെ ഡോറൊക്കെ തുറന്ന് കിടക്കുന്നു. അങ്ങനെ കയറിയതാ. കൊറേ നേരം ഇട്ട് വിളിച്ച, നമ്മള് കേട്ടില്ല. പിന്നെ രാജുവിനോട് ഞാനാണെങ്കിലേ ഒരു ഇഡ്ഡലി ഇത് വേണ്ടായിരുന്നില്ല അല്ലേ? പിന്നെ വേണ്ടായിരുന്നു. കൈ മുറിക്കല്ല എന്റെ. രാജുവിനോട് അങ്ങനെയൊന്നും പറ്റത്തില്ല. ഇച്ചിരി കഴിച്ചാ മതി. എനിക്ക് സേവനാഴി പറഞ്ഞു. അത് സേവനടിയല്ല, വേറെ സേവനടി. നല്ല നൂല് മുട്ടുപോലെ വരും. നൂല് ഇത് വരുന്നത് വേറെ തടിയുടെ, അത് അവരുടെ നാട്ടിലേക്ക് കിട്ടത്തുള്ളൂ. തടിയുടെ കാണിച്ചുതരാം, ഫോട്ടോ കാണിച്ചുതരാ. വേണ്ടായിരുന്നില്ല അല്ലേ? പിന്നെ വേണ്ടായിരുന്നു, എന്നിട്ട് പിന്നെ പറയുന്നു വേണം. ഓ വേണ്ട, വേണ്ടല്ല അല്ലേ? അച്ചാച്ചൻ ഇവിടെ ഉണ്ടോ? ആ അതുകൊണ്ട് അവിടെ കുഴപ്പമില്ലേ? ഇല്ലേ? ഇല്ല, ഇവിടെ ആരും ഇല്ല. വണ്ടിയെ പോയി കാണും. ചെരുപ്പ് ഇവിടെ കിടപ്പുണ്ട്. വണ്ടി കാണാനില്ല, വണ്ടി ഇല്ല. ഗൈസ്, വല്യച്ഛനെ മിസ്സിംഗ് ആയി. നമുക്ക് മിസ്സിംഗ് എന്ന് പരാതി കൊടുക്കാം. TV വെച്ചിട്ടങ്ങ് പോയോ? അത് ഞാൻ വിചാരിച്ച അവിടെ കാണുമായിരിക്കും. ഇത് ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി ഉപ്പും മിക്സ് ചെയ്തിട്ട്. ഓ എന്നാ ടേസ്റ്റാ. വേണ്ട, ഇച്ചിരി മുളകും നിങ്ങൾ സിസ്റ്റേഴ്സ് ആണോ? നിങ്ങൾ രണ്ടുപേരും സിസ്റ്റേഴ്സാ? ഇതിൽ പുഴുവൊന്നുമില്ല. ഇന്നലെ മേടിച്ചോണ്ട് വാങ്ങി. മറ്റേത് മീൻ കൊടുക്കുന്ന വീട്ടുകാരൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്നത്. കരിഞ്ഞു പോയി ഗേൾസ് ചിക്കൻ കറി. ഒന്നും സംഭവിച്ചില്ല ഗേൾസ് ചിക്കൻ കറി. മുളക് പൊടി വേണമല്ലോ. ഉപ്പും കൊണ്ടിട്. കഴിയട്ടെ ഇളക്ക്. എന്ത് ഇങ്ങനെ വേണ്ടാത്ത രീതി? അമ്മ ഇളക്കുന്നതാണല്ലോ വേണ്ടാത്ത രീതിയിൽ. വേണ്ടാത്ത രീതിയിൽ അതാണ്ട് ഇങ്ങനെ ഇട്ട് ഇളക്കുന്നു. കൈ മുറിഞ്ഞു വല്ലതും ഇരിക്കുവാണോ? ഇങ്ങനെയുണ്ടല്ലേ? തിന്നോടി തിന്നോടി തിന്നോടി.
പറഞ്ഞോണ്ട് മായിടും തിന്നോ നീ തിന്നോടി ഞാൻ ഇത് തിന്നോളാം എനിക്ക് തിന്നോ ജോലി ഞാൻ മാങ്ങയൊക്കെ മാങ്ങാൻ്റെ കൂടെ ചിലപ്പോഴൊക്കെ ഇഷ്ടപ്പെടുവാണ് അവിടെ കൊണ്ടുവരുന്ന അവിടെ നിന്നോട്ട് തന്നെ അതെന്തിനാ നിന്നോണ്ട് ഇരുന്ന് അവിടെ ഇരുന്നിട്ടൊക്കെ നിന്നാ പോരാ. ഇരുന്നുകൊണ്ടൊക്കെ ഞങ്ങളുടെ ഉപ്പോ ഞങ്ങളതിന് ഉപ്പ് കൊണ്ടുവന്നില്ലല്ലോ. മതിയോ മതിയോ അതെനിക്ക് ശകലം മതിയേ. ആ മതി മതി, മതി, മതി. ഞാൻ അത്ര കഴിക്കത്തുള്ളൂ. ചക്കയും ചോറ് മതി. ഇച്ചിരി ചക്കയും കൂടി വേണ്ട. അയ്യോ ഇച്ചിരി മെഴുക്കുവരട്ടി ഫ്രിഡ്ജിലുണ്ടായിരുന്നു കോവയ്ക്ക ഓക്കെ. അതെന്തുവാ കോവയ്ക്ക അതെന്തുവാ എന്നാ അങ്ങോട്ട് പോകാൻ ചക്കൻ കറി ഇട്ടോ ഇതിലിങ്ങോട്ട് ഇച്ചിരി വെച്ചോ. ആ അതവിടെ വെക്ക് പാത്രം. ഇതിലിങ്ങനെ വെച്ചാ മതി. ചിക്കൻ കറി എന്താ തിന്നു അമ്മ. മാംഗോ കറി മാംഗോ കറി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് ഗൈസ്. ചോറ്, ചക്ക, മാങ്ങാക്കറി, ചിക്കൻ കറി, ഇനി അച്ചാറുണ്ട്, നാരങ്ങ അച്ചാർ. എനിക്ക് പാല് വേണമായിരുന്നു.